എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്റർ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർ, അതായത് നാടിന്റെ സേവകരായി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ വിജ്ഞാപനം വന്നിരിക്കുന്നു അല്ലെ. പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ 537/2022. അതുപോലെ തന്നെ ശമ്പള സ്കെയില്. ഈ ശമ്പള സ്കെയിലൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്കൊരു പ്രചോദനമാണ് അല്ലെ. ഇത് നമ്മളുടെ ജീവിതത്തില് മുന്നേറാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്ന് കാണിക്കാൻ ശമ്പള സ്കെയിൽ 31,100 മുതൽ 66,800 വരെയാണ്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 പഠിച്ചിറങ്ങിയ എല്ലാ ആളുകൾക്കും, +2 പാസ്സായിട്ടുള്ള എല്ലാ ആളുകൾക്കും പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ഈ വിജ്ഞാപനത്തിന് അപേക്ഷ അയക്കാവുന്നതാണ്. പ്രായം 18 മുതൽ 26 വരെയാണ്. 18 മുതൽ 26 വരെ എന്ന് പറയുമ്പോൾ 2/1/1996 1/1/2004 ഇടയില് ജനിച്ചവരാകണം. ഒന്നുകൂടി ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മിപ്പിക്കാം. 2/1/1996 1/1/2004 ഇടയില് ജനിച്ചവരാകണം. ഈ 2 തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക്, OBC കാറ്റഗറിക്കാർക്ക് 29 വയസ്സ് 3 വർഷം അല്ലെ. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 31 വയസ്സ് 5 വർഷം കൂടുതലും, വിമുക്ത ഭടന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സായിട്ടും ഇത് നിജപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ 18 മുതൽ 26 വരെയുള്ള പ്രായപരിധിയാണ്. OBC-ക്കാർക്ക് 3 വർഷം കൂടുതലുണ്ട്, പട്ടികജാതിക്കാർക്ക് 5ഉം, വിമുക്ത ഭടന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സ് വരെയും അപേക്ഷിക്കാം. അതുപോലെ തന്നെ എന്താണ് ഉയരം 168 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം പോലീസ്, ആർമി ഇതുപോലെയുള്ള സേവകരായി മാറാനായിട്ട് ഉയരം, ഫിസിക്കൽ ടെസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് അല്ലെ നമ്മൾ അതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉയരത്തിന് പ്രാധാന്യമുണ്ട്. 168 സെന്റിമീറ്റർ ആണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 16/1/2023 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, അറിയുക, മനസ്സിലാക്കുക. നിങ്ങൾ പറഞ്ഞു ഉദ്യോഗ പേരെന്താണ്? പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഒന്നും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ്. ധാരാളം പ്രതീക്ഷിത ഒഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ തന്നെ നിയമിക്കുന്നുണ്ട്. നേരിട്ടിട്ടുള്ള നിയമനമാണ്. നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടിട്ടുള്ള നിയമനമാണ്. ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥി ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ. നമുക്കിപ്പോൾ ഒഴിവുകൾ വ്യത്യസ്ത ബറ്റാലിയനുകളിലുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ബറ്റാലിയനിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ബറ്റാലിയനിലും പ്രത്യേകം റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. നമ്മളിപ്പോ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഓരോ ബറ്റാലിയനിലും എന്തുണ്ട്? ഓരോ റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ റാങ്ക് പട്ടികകൾക്ക് അത് നിലവിൽ വന്ന തീയതി മുതൽ 1 വർഷത്തെ കാലാവധിയാണ് ഉണ്ടായിരിക്കുന്നത്. 1 വർഷത്തെ കാലാവധിയാണ് റാങ്ക് പട്ടികകളുടെ ഇതെന്ന് പറയുന്നത്. അപ്പോ ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. ഈ ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ റാങ്ക് പട്ടിക എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് അറിയേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? യൂണിവേഴ്സിറ്റി LGS വിജ്ഞാപനം വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് അല്ലെ. യൂണിവേഴ്സിറ്റി LGS
7ാം ക്ലാസ് മുതൽ ഡിഗ്രി പാസ്സാകാത്ത എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാം. 7 മുതൽ ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ സാധിക്കില്ല, കഴിയില്ല. അപ്പോൾ 7ാം ക്ലാസ് മുതൽ ഡിഗ്രി പാസ്സാകാത്ത എല്ലാ ആളുകൾക്കും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അല്ല LGS എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ധാരാളം ഒഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് യൂണിവേഴ്സിറ്റി LGS കേട്ടോ. അതേ തന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ഡിഗ്രി യോഗ്യതയുള്ള നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപേക്ഷകൾ എന്ത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷ അയച്ചു തുടങ്ങാത്തവർ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം തന്നെ അപേക്ഷകള് അയക്കുക. ധാരാളം ഒഴിവുകളാണ് PSC എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചിട്ടയായിട്ടുള്ള പഠനത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി.